ശരിക്കും മാക്കാരി ഗോൾഡൻ ഡയമണ്ട്സ് ആയിട്ട് നമുക്ക് 4 വർഷത്തോളായിട്ട് നമ്മളെ ഷോപ്പ് തുടങ്ങി അന്ന് തൊട്ടുള്ള ബന്ധമാണ്. ഫുള്ള് വണ്ടിനോടുള്ള ഒരു ഇഷ്ടം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെർഫെക്റ്റ് ഒരു ഷോറൂം നിറക്കിയ കണ്ടീഷനിൽ വണ്ടിയുണ്ട്. വളരെ സന്തോഷമുണ്ട്. കംപ്ലീറ്റ് പെയിന്റിംഗ് ജോബാണ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കർ വർക്ക് ഒന്നല്ല. സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായത് കാരണമാണ്. മേജറായിട്ട് വരുന്നത് ഈ ഒരു ഗ്രില്ലിലുള്ള മാറ്റം. നിങ്ങൾക്ക് നമുക്ക് വണ്ടി റിവീൽ ചെയ്യല്ലേ? ഹലോ എവരിവൺ, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നടുവണ്ണൂരിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മാക്കാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുമ്പിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് മാക്കാരിയുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഹാരിസ് ബ്രോ ഉണ്ട്. മൂപ്പരെ വണ്ടിയിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻസും നമ്മുടെ മാക്കിൻടോഷ് പ്രീമിയം പോളിഷിംഗ് ഒക്കെ ചെയ്ത് ഒരു സ്പെഷ്യൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. മൂപ്പർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് നമ്മുടെ പ്ലാന്. നമുക്ക് രജിൽ ബ്രോ ആണ് ഇവിടുത്തെ സർപ്രൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അകത്ത് എന്തോ വർക്കിന്റെ ഇടയിലാണ്. നമുക്ക് ഇവിടെ വിളിച്ചുകൊണ്ട് വരണം, എന്നിട്ട് വണ്ടി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കണം, വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം. അപ്പൊ രജിൽ ബ്രോ നമുക്ക് സർപ്രൈസ് കൊടുക്കല്ലേ? ഓക്കെ, പോവല്ലേ? പോവാ, വിളിച്ചുകൊണ്ട് വരാം. ആള് ഇവിടെ ഉണ്ട്. ആള് ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. ഹരീഷ് ഭായി വണ്ടീന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാ, കാണിച്ചു തരാം. അപ്പോൾ വണ്ടി നമ്മൾ ഹാരിസ് ബ്രോനെ കാണിച്ചു കഴിഞ്ഞു. ഇനി ഹാരിസ് ബ്രോ ആണ് പറയേണ്ടത് വണ്ടി മൂപ്പർ ഉദ്ദേശിച്ച രീതിയിൽ മാറിയിട്ടുണ്ടോ, അതേപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ മൂപ്പർ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുണ്ടോ എന്നുള്ളൊക്കെ കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. ഹാരിസ് ബ്രോ, വർക്ക് ഇഷ്ടപ്പെട്ടോ? ഓ, പെർഫെക്റ്റ് ആണ്. ആയിട്ടുണ്ട്. നല്ല നീറ്റും കാര്യമൊക്കെ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഹാരിസ് ബ്രോ ശരിക്കും നമ്മളെടുത്ത് വർക്കിന് തരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് വണ്ടി ഓടിച്ച് ഇപ്പം എന്താ പറയാ ഭയങ്കര ഡൾ ലുക്കിലായപ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചാണ് എന്തെങ്കിലും ഒരു പോളിഷിംഗ് വർക്ക് ഇതിൽ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മാക്കിൻടോഷ് പ്രീമിയം പോളിഷിംഗ് സജസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇതിന്റെ വീലില് നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തു, അതേപോലെ തന്നെ റൂഫിൽ നമ്മൾ ബ്ലാക്കനിങ് ചെയ്തു. ഇങ്ങനത്തെ കുറെ മാറ്റങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്തത് ഹാരിസ് ബ്രോ തന്നെയാണ്. അതേപോലെ തന്നെ ഗ്രില്ലിലും ലോഗോയിലും നമ്മൾ ബ്ലാക്കനിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മൂപ്പർ സജഷനാണ്. അതായത് വണ്ടി മൊത്തത്തിൽ എങ്ങനെ ആക്കണം എന്നുള്ള വ്യക്തമായ രൂപം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. മൂപ്പർ ആ സജഷൻസ് ഒക്കെ നമുക്ക് തന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് വണ്ടീനെ എത്തിച്ചിട്ടുള്ളത്. അപ്പം ചെയ്തെടുത്തോളം ഹാപ്പി അല്ലേ? അല്ലേ? ഓ, വളരെ ഹാപ്പിയാണ്. ഞാൻ ആദ്യം വണ്ടി തരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് വണ്ടിനോടുള്ള ഒരു ഇഷ്ടം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെർഫെക്റ്റ് ഒരു ഷോറൂം നിറക്കിയ കണ്ടീഷനിൽ വണ്ടിയുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ. അതാണ് നമ്മളൊരു ഉദ്ദേശം. അത് തന്നെയാണ്. നിങ്ങളെ ഒരിക്കലും വണ്ടീനെ മടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ആ രീതിയിൽ ലെവലാക്കി കൈത്തരും. ശരിക്കും മാക്കാരി ഗോൾഡൻ ഡയമണ്ട്സ് ആയിട്ട് നമുക്ക് 4 വർഷത്തോളായിട്ട് നമ്മളെ ഷോപ്പ് തുടങ്ങി അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള നടുവണ്ണൂരിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് മാക്കാരി ഗോൾഡ്. വണ്ടി പരമായിട്ടുള്ള എന്താവശ്യത്തിനും നമ്മളെ തന്നെയാണ് ഇവരെല്ലാവരും വിളിക്കാറ്. ഇവരെ കെയർ ഓഫിൽ ഒരുപാട് വണ്ടി നമുക്ക് തരാറുണ്ട്. അപ്പൊ അതിന്റെ കൂടി ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർപ്രൈസ് നമ്മൾ മൂപ്പർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും വർക്ക് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിന്റെ ബാക്കിയുള്ള ലുക്സും കാര്യങ്ങളൊക്കെ നമ്മളെ മാക്കാരിയുടെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, വേദികന്റെ മാക്കാരിന്റെ ഒക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ബാക്കിൽ. നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഹരീഷ് ഭായ്, സർപ്രൈസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത നമ്മളെ രജിത് ബ്രോയ്ക്ക്. അപ്പൊ വണ്ടിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പുറകിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് നമ്മളെ ഈ ഒരു വേദിക വെഡിങ് സെന്ററിന്റെ മാക്കാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒക്കെ പുറകിലുള്ള അവരുടെ വിശാലമായിട്ടുള്ള ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഈ വാഹനത്തിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്, അതായത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മേജറായിട്ട് വരുന്നത് ഈ ഒരു ഗ്രില്ലിലുള്ള മാറ്റം. നിങ്ങൾക്ക് പൊതുവേ ഹുണ്ടായി വെന്യൂവിന്റെ എല്ലാ മോഡൽസിനും നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഗ്ലോസി ടൈപ്പ് ക്രോം ടൈപ്പ് ഗ്രില്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ മാറ്റിയിട്ട് ഡാർക്ക് ലുക്കിലേക്ക്, അതായത് ഗ്ലോസി ബ്ലാക്ക് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹുണ്ടായുടെ ലോഗോയും നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ പറയുകയാണെങ്കിൽ വേറൊരു മാറ്റം നിങ്ങൾക്ക് കാണാനുള്ളത് ഈ ഒരു സൈഡ് ആംഗിളിലേക്ക് വരുന്ന ഈ ഒരു വീൽ കപ്സ് ആണ്. നമ്മൾ 4 വീൽ കപ്പുകളും വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 വീൽ കപ്പുകളും നല്ല ഗ്ലോസി ബ്ലാക്കിലേക്ക്, അതായത് ഫുൾ ബ്ലാക്ക് എഡിഷനിലേക്കാണ് നമ്മൾ ഈ വാഹനത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ 4 വീൽ കപ്പുകളുടെ കൂടെ തന്നെ നമുക്ക് റൂഫിൽ വരുന്ന ഈ ഒരു റൂഫ് റെയിൽ നമ്മൾ കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ വണ്ടീന്റെ ഒരു ഡാർക്ക് ലുക്കിലേക്ക്. ഇതിൽ നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ക്രോം ഫിനിഷിലുള്ള പാർട്സ് എന്ന് പറയുന്നത് ചിലപ്പം 0% ആയിരിക്കും. അത്രയും നമ്മൾ ക്രോം ഡിലീറ്റ് ചെയ്ത് ഡാർക്ക് ബ്ലാക്ക് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡ് പ്രൊഫൈലൊക്കെ കാണാൻ തന്നെ മാക്കിൻടോഷ് പ്രീമിയം പോളിഷിംഗ് കൂടി വന്നതോടുകൂടി നല്ല ഹെവി ഗ്ലോസിനെസ്സിൽ നല്ല ഡാർക്ക് ലുക്കിൽ തന്നെ ഉണ്ട് വണ്ടി. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ലോഗോന്റെ കാര്യം നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിയത് പറഞ്ഞതുപോലെ തന്നെ ബാക്കിലുണ്ടായിരുന്ന ഹുണ്ടായി ലോഗോ അതും നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് കംപ്ലീറ്റ് പെയിന്റിംഗ് ജോബാണ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കർ വർക്ക് ഒന്നല്ല. സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായത് കാരണമാണ് എപ്പോഴും ക്രോം ഡിലീറ്റിങ്ങിന് നമ്മൾ പെയിന്റിംഗ് ജോബ് തന്നെ സജസ്റ്റ് ചെയ്യാറുള്ളത്.
അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വേണുവിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ക്രോംസ് കംപ്ലീറ്റ് ഒഴിവാക്കി പോളിഷ് ചെയ്ത് ഈ ഒരു ലോഗോ മാത്രം അതും ബ്ലാക്കിൽ നിലനിർത്തുകയാണ് ചെയ്തത്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വാഹനത്തിനൊന്നും ഒരു പുതുപുത്തനാക്കിയിട്ട് ഇറക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഈ റിവീലിംഗ് ടൈമിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, എനിക്ക് വണ്ടി മടുത്തിരുന്ന് വണ്ടീനെ ഒന്ന് ഫ്രഷ് ആക്കി ഇറക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു. എന്നോട് കുറേ കാലമായിട്ട് ഈ ഹാരിസ് ബ്രോ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു വണ്ടീനെ പറ്റി. മൂപ്പര് വേറെയും ഫ്രണ്ട്സിന്റെ വണ്ടിയൊക്കെ തരുന്ന സമയത്ത് ഇത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കേട്ടോ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്ത്, വാഹനം എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഇത്തരത്തിലുള്ള വണ്ടിപ്രാന്തന്മാരെ ഒക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ബാക്കിയുള്ള സംഭവങ്ങളെ പോലെ തന്നെ വണ്ടീനെയും ഫ്രഷ് ആക്കി നിലനിർത്തുക എന്നുള്ളത് അവരുടെ നിത്യജീവിതത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇതിന്റെ ആദ്യത്തെ ലുക്കിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത്യാവശ്യം നന്നായിട്ട് പൊടി പിടിച്ച് നല്ല ഡൾ ലുക്കിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് നമ്മളടുത്ത് തരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം മെനക്കെട്ടിട്ടാണ് ഈ ഒരു മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചസ് കംപ്ലീറ്റ് ഇതിൽ റിമൂവ് ചെയ്ത് പോളിഷിംഗ് ഒക്കെ ചെയ്ത് നല്ല ഗ്ലോസി മിറർ ലുക്കിലേക്ക് വാഹനത്തിനെ മാറ്റിയെടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ലുക്സും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.